നിങ്ങളിൽ ആരെങ്കിലും രാത്രി ഉറക്കളച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ദൈവം നല്ല ഉറക്കത്തെ നൽകി തരട്ടെ. ഉറങ്ങാതെ മയങ്ങാതെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം നല്ല ഉറക്കത്തെ നൽകി തരട്ടെ. ആനന്ദത്താൻ നൃത്തം ചെയ്യുവാൻ എൻ്റെ കാലുകൾ കൊതിച്ചിടുന്നേ. ഇവയൊറ്റിട്ടാനന്ദത്താൻ നൃത്തം ചെയ്യുവാൻ എൻ്റെ കാലുകൾ കൊതിച്ചിടുന്നേ. കാലുകൾ കൊതിച്ചിടുന്നേ, കാലുകൾ കൊതിച്ചിടുന്നേ, കാലുകൾ കൊതിച്ചിടുന്നേ, കാലുകൾ കൊതിച്ചിടുന്നേ. കാന്തയാൽ പരിലസിച്ചന്തമില്ലായുഗം തേജസ്സിൽ കൂടെ വാഴുമേ. കാന്തയാൽ പരിലസിച്ചന്തമില്ലായുഗം തേജസ്സിൽ കൂടെ വാഴുമേ. 10,000 പേർക്കളിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. 10,000 പേർക്കളിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. മണവാളനൊരുവൻ മാത്രം, മണവാളനൊരുവൻ മാത്രം, മണവാളനൊരുവൻ മാത്രം, മണവാളനൊരുവൻ മാത്രം. മണവാളൻ ക്രിസ്തുതാൻ പരിമരസമന്വിതം പരിലസിച്ചിടും മധ്യേ. മണവാളൻ ക്രിസ്തുതാൻ പരിമരസമന്വിതം പരിലസിച്ചിടും മധ്യേ. 121 സങ്കീർത്തനം എവരുടെയും മനസ്സിൽ ഇടം നേടിയ സങ്കീർത്തനമാണ്. ഏതൊരു കൊച്ചു പയ്യനും അത് കാണാപ്പാടം അറിയാം. അതിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സഹായകനായ നല്ല ദൈവത്തെ വർണ്ണിക്കുന്ന ആ സങ്കീർത്തനം, അതിൻ്റെ ഒരു വാക്യം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. മയങ്ങാതെ ഉറങ്ങാതെ പരിപാലിക്കുന്ന ദൈവം. രാവിലെ മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരുപാട് വേലകളൊക്കെ ചെയ്ത്, സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിൽ സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന്, ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഒരല്പ നിമിഷം കിടന്നുറങ്ങാൻ ഒന്ന് കണ്ണടയ്ക്കുമ്പം ചിന്തകൾ ഇങ്ങനെ ഭരിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? നമുക്കൊക്കെ ഉള്ള പ്രോബ്ലമാണ്. ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിടന്നുറങ്ങാൻ ഭയങ്കര പാടാ. ഒന്ന് കിടന്നുറങ്ങാമെന്നോർത്ത് അല്പം നിമിഷം വിശ്രമിക്കാമെന്നോർത്തല്ലേ വരുന്നേ. എന്നിട്ടും ഈ ചിന്തകൾ നമ്മളെ ഉറക്കം കെടുത്തി കളയുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കമില്ല. അപ്പം നമ്മൾ മൊബൈൽ എടുക്കാൻ തുടങ്ങും, ആർക്കെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ മൊബൈലിൽ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. ഇന്ന് പല യുവനക്കാരുടെയും ലൈഫിൽ ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറക്കം കെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാവരും ഉറക്കമില്ലാതെ ഇരുന്നുകൊണ്ടിരിക്കുക. നമ്മളെന്തിനാണ് ഇതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്? ഈ ടെൻഷൻ അടിച്ചിട്ടല്ലേ നമ്മൾ ഉറങ്ങാതിരിക്കുന്നത്? ചിലർക്ക് ഭയങ്കര ഡിപ്രഷനാണ്. അയ്യോ ഇനി എന്ത് ചെയ്യും? ഈ ഡിപ്രഷൻസോ ഫെയിലിയേഴ്സോ ഒന്നും ഓർത്ത് നിങ്ങൾ ഉറങ്ങാതിരിക്കണ്ട. നമ്മൾ ഉറങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ ഉറങ്ങാതിരിപ്പുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഉറങ്ങാതിരിക്കുന്നത്? ടെൻഷൻ ഫ്രീ ആയിട്ട് ഇനിയുള്ള നിമിഷങ്ങളിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കണം. ഇന്ന് ഞാനിത് പറയുമ്പം നിങ്ങളിൽ ആരെങ്കിലും രാത്രി ഉറക്കളച്ചിരിക്കുന്നവരാണെങ്കിൽ, ഉറങ്ങാതിരിക്കുന്നവരാണെങ്കിൽ, ഞാനൊരു കാര്യം പറയാം. ഉറങ്ങാതെ മയങ്ങാതെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം നല്ല ഉറക്കത്തെ നൽകി തരട്ടെ. എൻ്റെ ദൈവമോ നിങ്ങൾക്ക് ഉറക്കത്തിൽ കൊടുക്കുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കണം.
പലരും ഉറങ്ങാറുണ്ട്, ദൈവസന്നിധിയിൽ വന്ന് ഉറങ്ങും അല്ലേ? ദൈവസന്നിധി വന്ന് ഉറങ്ങാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ആരാധനയ്ക്ക് വരുമ്പം ഉറങ്ങും, വചനം കേൾക്കുമ്പം ഉറങ്ങും. അതൊന്നുമല്ല കേട്ടോ വേണ്ടത്, അവിടെ ഇരുന്നല്ല ഉറങ്ങേണ്ടത്. ഉറങ്ങാൻ ദൈവം നമുക്ക് സമയം തന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉറക്കമില്ലാത്ത ചിലർക്ക് നല്ല ഉറക്കത്തെ ദൈവം നൽകി തരട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് നല്ല ഉറക്കത്തെ കർത്താവ് നൽകി കൊടുക്കണം. നന്നായി കിടന്നുറങ്ങുവാൻ കർത്താവ് കൃപ ചെയ്യണം. അവരെ അനുഗ്രഹിക്കുന്നതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നല്ല ഉറക്കത്തെ കർത്താവ് നിങ്ങൾക്ക് നൽകി തരട്ടെ. ഗോഡ് ബ്ലെസ് യു.